എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിറ്റ് കൺവേർഷന്റെ ക്ലാസ് ആണ്. അപ്പോൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ നമ്മൾ യൂണിറ്റ് കൺവേർഷന്റെ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നതും മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം എന്നുള്ളതുമാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കുക അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5/18 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിലും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണമെങ്കിലും 5/18 എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യണം. നമ്മൾ എപ്പോഴും യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഗുണിക്കലും ഹരിക്കലും പറയുമല്ലോ. അപ്പോൾ ഈ ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പർ എവിടെ നിന്ന് വന്നു എന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഈ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സ്പീഡ് അല്ലേ. സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും SI യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസിൻ്റെ അല്ലേ ദൂരത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് പറയുക. ഓക്കെ, അതിൽ പിന്നെ കിലോമീറ്റർ പെർ അവറും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ മീറ്റർ ആണ് ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. അത് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എത്ര ടൈമിൽ എത്ര ഡിസ്റ്റൻസ് എന്നുള്ളതാണല്ലോ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈമിൻ്റെ കാര്യം പറയുമ്പോൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണ്? അതെല്ലാവർക്കും അറിയാം, 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ അല്ലേ. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 1 മിനിറ്റിൽ 60 സെക്കൻഡ്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നതാണല്ലോ 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ആ ഓരോ 60 മിനിറ്റിലും എന്തുണ്ട്? 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ 60 × 60 3600 സെക്കൻഡ് എന്ന് കിട്ടും. 1 മണിക്കൂറിൽ 3600 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിക്കാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ കണ്ടവർ ഇത് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ 1 മണിക്കൂർ 60 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് ആണ്. 1 മണിക്കൂറിൽ 3600 സെക്കൻഡ് ആണ്. ഇത് അറിഞ്ഞു വയ്ക്കുക. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഓക്കെ നമ്മൾ സെക്കൻഡിലാണ് സമയം എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡിലാണ് സമയം. അപ്പോൾ 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ, 1 മണിക്കൂറിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കും. അതാണല്ലോ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണിക്കൂറിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റി ഡിസ്റ്റൻസ് കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കുമ്പോൾ കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലേ. സമയം സെക്കൻഡിലാണ് പറയുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്തിൽ പറയണം? മീറ്ററിൽ പറയണം, കിലോമീറ്ററിൽ പറയാൻ പാടില്ല. അപ്പോൾ 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര 1 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 3600 സെക്കൻഡ്, ഇവിടെ 1000 മീറ്റർ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് എത്രയാണ്? 1000 മീറ്റർ. 1000 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 3600 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് ഇതാണ്, 1000/3600 എന്നുള്ളതാണ് നമ്മുടെ സ്പീഡിൻ്റെ ഇത് വരാം. അപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0യും 0യും ഒക്കെ ക്യാൻസലായി പോയി. 10/36 അല്ലേ. 10/36. 10ലും 36ലും കൂടെ 2 കോമൺ ആയിട്ട് പോകും അല്ലേ. 10ൽ 2 5 പ്രാവശ്യം, 36ൽ 2 18 പ്രാവശ്യം. അപ്പോൾ നമുക്ക് സ്പീഡ് എത്ര കിട്ടി? 5/18 എന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 5/18 എന്ന് പറയുന്ന നമ്പറാണ് കിട്ടുന്നത് നമ്മുടെ സ്പീഡ്. ഓക്കെ, 1 സെക്കൻഡിൽ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് 5/18 ആണ് വരുന്നത്. അപ്പോൾ ഈ 5/18 വെച്ചിട്ടാണ് നമ്മൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടും മാറ്റുന്നത്. ഓക്കെ, ഇത് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, നമ്മളിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 5/18 എന്ന് പറയുന്ന സംഖ്യ കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്.
വലുതാക്കാനാണെങ്കിൽ ഹരിക്കണം, ചെറിയതാക്കാണെങ്കിൽ എന്താണ് ഗുണിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത. വലിയ യൂണിറ്റിനെ ചെറുതാക്കണമെങ്കിൽ ഗുണിക്കണം, ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ ഹരിക്കണം. എത്ര കൊണ്ടാണ് ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്യേണ്ടത്? 5/18 കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നോക്കാം, 72 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? ഓക്കെ, 72 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ km/h വലിയ യൂണിറ്റ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റ് ആണ്. വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? നമ്മുടെ 5/18 കൊണ്ട് ഗുണിക്കണം. ഏതിനെ? ഈ 72-നെ അല്ലേ? അപ്പോൾ 72-നെ 5/18 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഗുണിച്ചല്ലോ. അപ്പോൾ നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? 18ഉം 72ലും കൂടെ കറക്റ്റായിട്ട് പോവോ എന്നുള്ളത് നോക്കാം. ഓക്കെ, 18-ൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എത്ര പ്രാവശ്യം പോകും എന്നൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കാം. 8 എന്ന് പറയുന്ന ഒരു സംഖ്യ 2 അല്ലെ, 8നെ ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ലാസ്റ്റ് 2 വരിക? 1 8 8 2 8 16 3 24 4 8 32. അപ്പോൾ ലാസ്റ്റ് 2 വരുന്നുണ്ടല്ലോ. അപ്പോൾ 4 കൊണ്ട് ജസ്റ്റ് ഒന്ന് 18നെ ഗുണിച്ച് നോക്കാം. 18 × 4 ചെയ്യുമ്പോൾ 4 8 32, 3 1 3 3 1 4 4 3 7 72 എന്ന് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 18 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 18-ൽ 18 ഒരു പ്രാവശ്യം, 72-ൽ 18 4 പ്രാവശ്യം പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗസ് ചെയ്യുക. ഇവിടെ 8 ആണ്, ഈ 8 പോയിട്ട് 2 ആവണമെങ്കിൽ, ലാസ്റ്റ് 2 വരണമെങ്കിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് നോക്കുക. ജസ്റ്റ് അതൊന്ന് ഗുണിച്ച് നോക്കുക, അപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ 4 കിട്ടി. അപ്പോൾ 4 × 5 എത്രയാണ്? 20. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് 72 km/h എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ, വലുതിനെ ചെറുതിലോട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തു? 5/18 കൊണ്ട് ഗുണിച്ചു. ഓക്കെ ആണല്ലോ? ഗുണിച്ചു, നമുക്ക് കിട്ടി. ആൻസർ എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ഒന്ന് നോക്കാം. ഇവിടെ നോക്കുക, 108 km/h എന്ന് പറയുന്നത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണം, അപ്പോൾ ഗുണിക്കണം അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യാനില്ല, 108നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് അല്ലേ? അപ്പോൾ 5/18 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ 8 അല്ലേ, 8 തന്നെ ആവണമെങ്കിൽ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ലാസ്റ്റ് 8 വരിക? 8ന്റെ പട്ടിക ചൊല്ലി നോക്കാം. 1 8 8 2 8 16 3 8 24 4 8 32 5 8 40 6 8 48 അല്ലേ? അപ്പോൾ 6 8 ചെയ്യുമ്പോൾ 48, ലാസ്റ്റ് 8 വരുന്നുണ്ടല്ലോ. അപ്പോൾ 18നെ 6 കൊണ്ട് ഗുണിച്ച് നോക്കുക. 6 8 48ന് 8 4 ശിഷ്ടം 1 6 6 4 10 108 എന്ന് കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 18-ൽ 18 ഒരു പ്രാവശ്യം, 108-ൽ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം പോകും. ഓക്കെ ആണല്ലോ? ഈ ഇത് ചെയ്ത് നോക്കുക. 6 × 5 ആണ് വരുന്നത്. 6 5 എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പം km/hനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. ഗുണിച്ചു, നമുക്ക് ആൻസർ എത്ര കിട്ടി? 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇവിടെ നോക്കുക, 20 മീറ്റർ പെർ സെക്കൻഡിനെ എത്ര km/h ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിനെ km/hലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം അല്ലെ? ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ട് തന്നെയാണ് ഹരിക്കേണ്ടത്? 5/18 കൊണ്ട് തന്നെ. അപ്പോൾ 20നെ 5/18 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് ചിലരൊക്കെ പറയും 18/5 കൊണ്ട് ഗുണിക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒരേ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ പഠിച്ചു വെച്ചാൽ മതിയല്ലോ. ഓക്കെ, അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം എങ്ങനെയാണ് എളുപ്പവഴി എന്നുള്ളത്. ഇവിടെ നോക്കുക, 20നെ 5/18 കൊണ്ട് ഹരിക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നാൽ നമ്മൾ പറഞ്ഞു, ഇവിടെ വെറും നോർമൽ സംഖ്യ ആണെങ്കിൽ താഴെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. 20/1 ഹരിക്കണം 5/18 ആയിട്ട് മാറി. ഇനി രണ്ട് ഭിന്നസംഖ്യകൾ നമ്മൾ എങ്ങനെയാണ് ഹരിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത സംഖ്യനെ തിരിച്ചിട്ട് ഗുണിക്കുക അല്ലേ? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറയും. തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ 5/18നെ 18/5 എന്ന് ചെയ്യാം.
രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്ന എങ്ങനെയാണ്? ഹരിക്കാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സാധാരണ സംഖ്യയാണെങ്കിൽ താഴെ 1 ഇട്ട് കൊടുക്കുക, ബൈ 1 ഇടുക. അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകളായി. രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഭിന്നസംഖ്യനെ അതുപോലെ എഴുതുക, ഇൻറ്റു തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. രണ്ടാമത്തെ ഭിന്നസംഖ്യനെ തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. ഇങ്ങനെയാണ് ഹരിക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഇവിടെ കട്ട് ചെയ്ത് പോകാമല്ലോ. 5ൽ 5 ഒരു പ്രാവശ്യം, 20ൽ 5 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 × 18 ഇതാണ് നമ്മുടെ ആൻസർ. 4 8 എത്രയാണ്? 32ന് 2, 3 ശിഷ്ടമുണ്ട്. ദെൻ 1 4 4 4 3 7. അപ്പോൾ 72 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? 20 m/s km/h മാറ്റണം. ചെറിയ യൂണിറ്റിനെ വലുതാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. എത്ര കൊണ്ട് ഹരിക്കണം? 5/18 കൊണ്ട് തന്നെ ഹരിക്കണം. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇങ്ങനെ ഹരിക്കാൻ തന്നാൽ നമ്മൾ ഇവിടെ സാധാരണ സംഖ്യ ഇപ്പോൾ ബൈ 1 ഇട്ടിട്ട് ഇത് ഭിന്നസംഖ്യയ്ക്ക് മാറ്റി. ദെൻ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക, രണ്ടാമത്തതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആൻസർ എത്ര കിട്ടി? 72 km/h. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ സെയിം ഒരു നമ്പർ മാത്രം പഠിച്ചാൽ മതി, കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ചിലർ പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ വലുതാക്കണമെങ്കിൽ വലിയ സംഖ്യ മുകളിൽ, അതായത് 18/5. ചെറുതാക്കണമെങ്കിൽ ചെറിയ സംഖ്യ മുകളിലിടാം, 5/18. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാം. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തു തന്നത്. ഓക്കെ, ഈ രീതി ഒന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇതൊന്നും ഇങ്ങനെ ഹരിക്കലും തിരിച്ചിട്ടും അങ്ങനത്തെ എല്ലാം കൺഫ്യൂഷൻ വരും എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്യുക, വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ വലിയ സംഖ്യ മുകളിൽ, അതായത് 18/5 കൊണ്ട് ഗുണിക്കാം. ഇനി ചെറിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ ചെറിയ സംഖ്യ മുകളിൽ 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? വലിയ യൂണിറ്റിലോട്ട്, അതായത് km/h എന്ന് പറയുമ്പോൾ വലുതാണല്ലോ. km/h മാറ്റണമെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. m/s മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈ രണ്ടുമായിട്ട് തിരിഞ്ഞു പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 5/18 എടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക, ചെറുതിനെ വലുതാക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക? വലുതാക്കുകയാണെങ്കിൽ ഹരിക്കുക, ചെറുതാക്കുകയാണെങ്കിൽ ഗുണിക്കുക. നമ്മളത് ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സൗകര്യമായിട്ട് തോന്നുന്നത് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 30 m/s എത്ര km/h ആണ് എന്നുള്ളതാണ്. അപ്പോൾ m/s km/h ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ടാക്കാൻ ഹരിക്കണം, അല്ലെ? 5/18 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 30 ഹരിക്കണം 5/18 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഭിന്നസംഖ്യ ആക്കാനായിട്ട് നമ്മൾ ബൈ 1 എന്ന് ഇട്ടു. അപ്പോൾ 30/11 എങ്ങനെയാണ് ഹരിക്കുക? 30/1 എന്നുള്ളത് അതുപോലെ എഴുതി. ഇൻറ്റു ചെയ്യുക. എന്തിനാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 5/18 തിരിച്ചിടുക, അല്ലേ? 18/5 ചെയ്യുക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 5ൽ 5 ഒരു പ്രാവശ്യം, 30ൽ 5 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 × 18 എങ്ങനെയാണ് വരിക? 6 8 48ന് 8, 4 ശിഷ്ടം, 1 6 6 4 10. അപ്പോൾ 108 km/h എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ m/s km/h ആക്കുവാണെങ്കിൽ ചെറുതിനെ വലുതാക്കുവാണ്, അപ്പോൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത് 5/18 കൊണ്ട്. ഇനി വലുതിനെ ചെറുതാക്കുവാണെങ്കിൽ ഗുണിക്കുക, 5/18 കൊണ്ട് ഗുണിക്കുക. ഹരിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഹരിക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. ആ കാര്യം ഒന്ന് മറന്നു പോവാതെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യയുടെ ക്ലാസ്സൊക്കെ കണ്ടവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തു വരുന്ന വഴി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, വലിയ സംഖ്യ, അതായത് വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ വലിയ സംഖ്യ മുകളിൽ 18/5 കൊണ്ട് ഗുണിക്കാം. ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ, അതായത് m/s മാറ്റണമെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കാം. ഓക്കെ, അപ്പോൾ ഏതാണോ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ km/hനെ m/s ആക്കാനും m/s km/h ആക്കാനും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് കൺവേർഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്ലാസ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.